ഹായ് ഹലോ, ഇപ്പോൾ സമയം രാവിലെ 5 മണി. ഞങ്ങളെല്ലാവരും ഉള്ളത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് കൊടുങ്ങല്ലൂരുള്ള അമ്മയുടെ തറവാട് ക്ഷേത്രമായ മുല്ലയത്ത് ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇവർ കയറിയപ്പോൾ തന്നെ ലൂഡോ ഒക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനി ഇവിടുന്ന് ബസ്സിൽ കൊടുങ്ങല്ലൂർ എത്തി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അനിയൻ ട്രിവാൻഡ്രത്ത് നേരെ തൃശ്ശൂർ എത്തി ഞങ്ങളപ്പുറം ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഓരോ മസാല ദോശയും കഴിച്ചു. നേരെ അമ്പലത്തിലേക്ക് പോവാണേ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ തറവാട് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും 2 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം ഉണ്ടാവാറുള്ളത്. തലേന്നേ പോകണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷേ എല്ലാവരുടെ ജോലിത്തിരക്ക് കാരണം ഞങ്ങൾ ലാസ്റ്റ് ദിവസം തന്നെയാണ് മിക്കപ്പോഴും പോകാറുള്ളത്. ഇത്തവണ പക്ഷേ എത്തിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി പോയി. അതുകൊണ്ട് തന്നെ കുറേ ചടങ്ങുകളൊക്കെ ഞങ്ങൾക്ക് മിസ്സായി പോയി. അപ്പം ഞങ്ങളവിടെ എത്തിയ ടൈം പറന്നിറക്കുന്ന ഒരു ചടങ്ങാണ് ഉണ്ടായത്. അപ്പം ഞാനും ചേച്ചിയും അമ്മയും കൂടി അതങ്ങ് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് പോലുള്ള തെയ്യങ്ങളോ ഒന്നുമല്ല അവിടുത്തെ ആചാരങ്ങളൊക്കെ. ഇതൊക്കെയാണ് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ. ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളെ നാട് പോലെയല്ല, ഓരോരോ നാട്ടിലും അതിൻ്റേതായ ആചാരങ്ങളില്ലേ. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ വിട്ട് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതേ സദ്യ കഴിക്കാൻ കയറി. ഫുഡ് ആയിക്കഴിഞ്ഞാലും നമ്മളെ നാട്ടിലെ പോലെയല്ല, അതും ചെറിയ ചെറിയ ഡിഫറൻസ് അവിടെയും നമുക്ക് കാണാൻ പറ്റും. നമുക്കിതൊക്കെ ഭയങ്കരമായിട്ടുള്ള രസകരമായ കാര്യങ്ങളാണ് കേട്ടോ. പോയി കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ഒരു കളമെഴുത്ത് പാട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്കത് ഇത്തവണ ഫുള്ളായിട്ട് ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾക്ക് നേരെ ഇനി കൊടുങ്ങല്ലൂരും ഗുരുവായൂരൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ചേച്ചി ഒരു റെയിൻബോ ഐസ്ക്രീം വാങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്കും അതന്നെ വേണമെന്ന് പറഞ്ഞ് ഞാനും കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ കൊടുങ്ങല്ലൂർക്ക് പോവാണ്. ബൈ ബൈ.